ബൈബിൾ പഠനം അനേകർക്കും കാര്യക്ഷമമാകാത്തത് എന്തുകൊണ്ടാണ്? ഈ ചെറിയ നിർദ്ദേശങ്ങൾ അനുവർത്തിച്ചാൽ അത് വലിയ മാറ്റം കൊണ്ടുവരും. നമുക്കത് ഒരുമിച്ച് ചിന്തിക്കാം. ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. ഒരു വ്യക്തിയുടെ ദൈവവചനത്തോടുള്ള ബന്ധമാണ് ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. തിരുവചന ധ്യാനത്തിൻ്റെ സമയം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളെ തിരിച്ചറിയുവാനും അവയെ കൈകാര്യം ചെയ്യേണ്ടതും ഒരു ദൈവവേദൻ്റെ ആത്മീയ ജീവിതത്തിന് വളരെ ആവശ്യമാണ്. സഭയായാലും കുടുംബമായാലും വ്യക്തികളായാലും ദൈവവചനത്തിന് കൊടുക്കുന്ന പ്രാധാന്യമാണ് അതിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം. ബൈബിളിനെ ക്രിസ്തു വിശ്വാസികൾ ആരെങ്കിലും ആരാധിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് ശരിയാണോ? അതായത് ബൈബിളിൻ്റെ മുൻപിൽ നമസ്കരിക്കുക, അതിനെ പൂജിക്കുക തുടങ്ങിയ കാര്യങ്ങൾ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പേടി കിട്ടാതിരിക്കുവാൻ ബൈബിൾ തലയിണയുടെ കീഴിൽ വെച്ചുറങ്ങുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിശാച് അടുക്കാതിരിക്കുമെന്ന് ചിന്തിച്ച് ബൈബിൾ വീടിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് വയ്ക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഒരു കാര്യം നാം എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. നമുക്ക് മാർഗനിർദ്ദേശത്തിനായി ദൈവം നൽകിയിരിക്കുന്നതാണ് വിശുദ്ധ ബൈബിൾ. അത് വായിക്കുകയും പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യാനുള്ളതാണ്. അങ്ങനെ ചെയ്യാതെ ബൈബിളിനെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ചത് അനുസരിച്ച് നിങ്ങൾ വചനം പഠിക്കുവാൻ ആരംഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവവചനമാകുന്ന ബൈബിൾ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നും അത് എങ്ങനെ പഠിക്കാമെന്നും നാം മനസ്സിലാക്കിയല്ലോ. ദൈവവചനം പഠിക്കുന്നതിൽ സഹായകരമായ രണ്ട് കാര്യങ്ങൾ നാം ചിന്തിച്ചു. ഒന്നാമതായി, നാം പ്രാർത്ഥനയോടുകൂടി ബൈബിൾ പഠനം ആരംഭിക്കണം എന്ന് നാം ചിന്തിച്ചു. അതിൻ്റെ ആവശ്യകത ഞാൻ പറഞ്ഞല്ലോ. മനുഷ്യബുദ്ധി കൊണ്ട് തിരുവചനത്തെ മനസ്സിലാക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വളരെയേറെ പ്രാർത്ഥനയോടെ നാം ദൈവവചനം പഠിക്കണം. രണ്ടാമതായി, നാം വചനം മനസ്സിരുത്തി വായിക്കണം എന്ന് നാം ചിന്തിച്ചു. അങ്ങനെ വായിക്കാതെ വചനം ഒരിക്കലും പഠിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഇതിനൊരു പരിഹാരമായി നമ്മൾ ക്രമമായും മൊത്തമായും വായിക്കണം. പലപ്പോഴും നാം എവിടെ നിന്നെങ്കിലും ഒരു ഭാഗം വായിച്ച് തൃപ്തിപ്പെടുകയും ബൈബിളിലേതെന്ന് നാം ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പരാതിപ്പെടുകയും ചെയ്യാറുണ്ട്. അനേകം വിശുദ്ധന്മാർ ആത്മീയമായി വളരുന്നതിൻ്റെ കാരണം ഇതുപോലെ ദൈവവചനം ക്രമമായി വായിച്ച് പഠിച്ചതാണ്. ചൈനയിലുണ്ടായിരുന്ന ആ വിശുദ്ധനായ മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, വാച്ച്മാൻ നീ. അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അദ്ദേഹം എല്ലാ മാസവും പുതിയ നിയമം മുഴുവനും ഒരു പ്രാവശ്യമെങ്കിലും വായിക്കുമായിരുന്നു എന്നാണ്. അതായത് ഒരു വർഷം കുറഞ്ഞത് 12 പ്രാവശ്യം അദ്ദേഹം പുതിയ നിയമം വായിച്ചിരുന്നു. എത്ര ശ്രേഷ്ഠമായ ഒരു കാര്യമാണതല്ലേ? അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ദൈവവചനം ക്രമമായി പഠിക്കുന്നതിനായി ഇതുപോലെയുള്ള പല നല്ല രീതികളും നമുക്ക് അവലംബിക്കുവാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ പടിയായി ദൈവവചനം പഠിക്കുക എന്ന് തന്നെയാണ് ഞാൻ പറയുവാൻ വരുന്നത്. ഒന്ന്, ദൈവവചനം പ്രാർത്ഥനയോടെ ആരംഭിക്കുക. 2, ദൈവവചനം നാം വായിക്കുക, മനസ്സിരുത്തി വായിക്കുക. 3, ദൈവവചനം പഠിക്കുക. വേദ പണ്ഡിതനായിരുന്ന ഡോക്ടർ ജി ക്യാമ്പൽ മോർഗൻ എന്ന വ്യക്തിയെക്കുറിച്ച് കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ.
ഒരിക്കൽ ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിൻ്റെ സംസാരം കേട്ടാൽ നിനക്ക് മാത്രമേ ദൈവാത്മപ്രേരണയുള്ളൂ എന്ന് തോന്നുന്നുവല്ലോ. അതിന് ഡോക്ടർ മോർഗൻ പറഞ്ഞ മറുപടി രസകരമാണ്. അദ്ദേഹം പറഞ്ഞു, ദൈവാത്മപ്രേരിത 95% വിയർപ്പിലൂടെയാണത്രേ. മനസ്സിലായല്ലോ? വിശുദ്ധ ബൈബിൾ ഗ്രഹിക്കുവാൻ അത് പഠിക്കേണ്ടതുണ്ട്. പരിശ്രമത്തിലൂടെ നമുക്ക് തന്നെ പ്രാപിക്കാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ വന്ന് നമ്മെ പഠിപ്പിക്കുകയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നാം പഠിക്കാതിരുന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ പരീക്ഷിക്കുന്നതിന് തുല്യമാണല്ലേ. ആയതിനാൽ ദൈവവചനം പഠിക്കുന്നതിന് പകരമായി മറ്റൊരു എളുപ്പ വഴിയില്ല. ഉപവാസ പ്രാർത്ഥനകളോ കൺവെൻഷനുകളോ ക്യാമ്പുകളോ മുഴുരാത്രി പ്രാർത്ഥനകളോ കാത്തിരിപ്പ് യോഗങ്ങളോ ക്രൂസൈഡുകളോ അങ്ങനെ യാതൊന്നും ബൈബിൾ പഠിക്കുന്നതിന് പകരമാകില്ല. ഈ പറഞ്ഞതിനെല്ലാം അതിൻ്റേതായ സ്ഥാനങ്ങളുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ബൈബിൾ പഠനത്തിന് ഇതൊരു പോം വഴിയല്ല. വേദപഠനത്തിലൂടെ മാത്രം നമുക്ക് ലഭിക്കുന്ന ഏതാനും അറിവുകളുണ്ട്. പഠനത്തിൽ അലസരായ ആളുകൾക്ക് ദൈവത്തിൻ്റെ ആത്മാവ് സത്യം വെളിപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ രസതന്ത്രമോ ഗണിതശാസ്ത്രമോ ഭൂമിശാസ്ത്രമോ കമ്പ്യൂട്ടറോ ഭാഷകളോ ഒന്നും ഒരു തവണ ഒന്ന് വായിച്ചു വിട്ടത് കൊണ്ട് ആരെങ്കിലും പഠിക്കുമോ? ഒരു തവണ ക്ലാസ് എടുത്തത് കൊണ്ടോ നമ്മളത് പഠിക്കില്ലല്ലോ. അതിനു പിന്നിൽ വളരെയധികം ഉറക്കെളുപ്പും വിയർപ്പും ത്യാഗവും കഷ്ടപ്പാടും ഉണ്ടാവും. നല്ല വിജയം നേടിയ ഒരു കുട്ടി രാവും പകലും ഉറങ്ങിയിട്ട് മാർക്ക് വാങ്ങിയതാണെന്ന് നാം ഒരിക്കലും പറയില്ല. അതിൻ്റെ പിൻപിൽ അധ്വാനമുണ്ട്, ഉറക്കെളുപ്പുണ്ട്. വിശുദ്ധ ബൈബിൾ പഠിക്കുവാൻ ഇതിനേക്കാൾ ഉപരി വിയർപ്പും ത്യാഗവും ആവശ്യമാണ് എന്നത്ര ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ ഈ കാര്യം പലരും മറന്നു പോകുന്നു എന്നത് സങ്കടകരമാണ്. നമ്മുടെ മിക്ക ഭവനങ്ങളിലെയും ബൈബിൾ വായന ഒരു ചടങ്ങ് മാത്രമാണ്. മുൻകാലങ്ങളിൽ ക്രിസ്തീയ ഭവനങ്ങളിൽ രാവിലെയും വൈകുന്നേരത്തും കുടുംബ പ്രാർത്ഥനകളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മാറി വന്ന സാഹചര്യങ്ങൾ സ്ഥിതിഗതികൾ മാറ്റിമറിച്ചു. ചിലരെങ്കിലും രാവിലെ പകുതി ഉറക്കത്തിലും മുഴുവൻ ഉറക്കത്തിലും വന്നിരുന്ന് ആദ്യം തുറക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും ചെറിയൊരു സങ്കീർത്തനം വായിച്ച് ആവശ്യങ്ങളെല്ലാം നിരനിരയായി ദൈവത്തോട് പറഞ്ഞവസാനിപ്പിക്കും. അതാണ് കുടുംബ പ്രാർത്ഥന. വേറൊരു കൂട്ടർ എവിടെ നിന്നെങ്കിലും ഒരു മാസികയോ വേദവായന കാർഡോ കൂടി വായിക്കും. ഇത് തെറ്റാണെന്നല്ല, വിശുദ്ധന്മാരെഴുതിയ അനേകം നല്ല ചിന്തകൾ അതിലുണ്ട്. എന്നാൽ പലപ്പോഴും നാം വായിക്കുന്ന ഭാഗത്തു നിന്ന് നമുക്ക് എന്താണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ കൃത്യമായൊരു ഉത്തരം കിട്ടില്ല. ഇതിന് നല്ലൊരു പരിഹാരം നിർദ്ദേശിക്കട്ടെ. കുടുംബ പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് മുൻപ് കുടുംബത്തിലെ ഓരോ വ്യക്തിയും അന്ന് വായിക്കുവാനുള്ള വേദഭാഗം വായിച്ചിട്ട് വരിക. കുടുംബ പ്രാർത്ഥനയിൽ ആ ഭാഗം ഒരുമിച്ച് വായിക്കുകയും അവരവർക്ക് മനസ്സിലായ കാര്യങ്ങൾ പങ്കിടുകയും ചെയ്യുക. കുറഞ്ഞ പക്ഷം ഒരു നേരമെങ്കിലും ഇങ്ങനെ ചെയ്യുവാൻ സാധിച്ചാൽ കൂടുതൽ പഠിക്കുവാൻ ഇത് നമുക്ക് പ്രചോദനം നൽകും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്താൽ മതി, ഒരുപാട് പ്രയോജനം ചെയ്യും. ഇനി നിങ്ങൾക്ക് മനസ്സിലാകാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ അതും ചർച്ച ചെയ്യാം. ദൈവവചനം പഠിക്കുവാൻ മനഃപൂർവ്വമായി സമയം വേർതിരിക്കുക. നാം രാവിലെ പഠിച്ച കാര്യങ്ങൾ പ്രായോഗികമാക്കുവാൻ നമുക്ക് എങ്ങനെ സാധിച്ചു എന്ന് പങ്കിടുവാനും പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുവാനും വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥന ഉപയോഗിക്കാം. കുടുംബമായും വ്യക്തിപരമായും പ്രഭാതത്തിൽ വചനം പഠിക്കുവാൻ സമയം വേർതിരിക്കണം. ഒരുപക്ഷെ സമയമില്ല എന്ന് നാം പറഞ്ഞേക്കാം, എന്നാൽ മറ്റെല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സമയമുണ്ട്. ദൈവവചനത്തിന് മാത്രം സമയമില്ല എന്ന് പറയുന്നത് അത് നമ്മുടെ മുൻഗണന അല്ലാത്തത് കൊണ്ടല്ലേ? തകർന്ന കുടുംബങ്ങൾ, അനുസരണമില്ലാത്ത മക്കൾ, സംഘർഷപൂരിതമായ സാഹചര്യം, സംഘട്ടനങ്ങൾ, അങ്ങനെ ഓരോന്നും ഈ ദൈവവചനത്തെ അവഗണിക്കുന്നതിൻ്റെ പ്രതിഫലനമാണ്. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ദൈവിക ഭവനമായി നമ്മുടെ ഭവനം തീരണം. ഓർക്കുക, നാം എന്തിന് സമയം കൊടുക്കുന്നുവോ അതിന് മാത്രമേ നമുക്ക് സമയമുണ്ടാകൂ. ബസ് സ്റ്റോപ്പിലോ റെയിൽവേ സ്റ്റേഷനിലോ കാത്തിരിക്കേണ്ടി വരുമ്പോൾ സമയം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് നമ്മൾ പിറുപിറുക്കാറില്ല. കാരണം വേറെ നിവൃത്തിയില്ലല്ലോ. എന്നാൽ സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കുവാൻ ദൈവം തന്നിട്ടുള്ള സമയം ആത്മീയ ജീവിതത്തിൽ വളരുവാൻ,
കുടുംബജീവിതം സന്തുഷ്ടമാക്കുവാൻ, സമൂഹം അനുഗ്രഹമാകുവാൻ എപ്രകാരം ഉപയോഗിക്കണമെന്ന് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കണമെന്ന് പറയുമ്പോൾ പലർക്കും പിറുപിറുപ്പും അസ്വസ്ഥതയുമാണ്. തങ്ങൾ വൈകുന്നേരമാണ് ബൈബിൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതെന്ന് പറയുന്നവരുണ്ട്. അത് നല്ലതാണ്. പക്ഷേ ഉറങ്ങുന്നതിന് അല്പം മുൻപാണോ നാം അത് ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ ഈ രീതിയിൽ നാം മറ്റ് പഠന വിഷയങ്ങൾ പഠിക്കാറുണ്ടോ? ഈ രീതിയിൽ ബൈബിൾ പഠിക്കുക സാധ്യമല്ല എന്നത്ര ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏറ്റവും ഉന്മേഷത്തോടെ ഇരിക്കുന്ന സമയത്ത് വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ്. ദിവസം 1 മണിക്കൂറെങ്കിലും അതിനായി വേർതിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ 30 മിനിറ്റെങ്കിലും വേർതിരിക്കുക. ഈ സഭകളിൽ ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും അത് പണത്തിൻ്റെ ദശാംശത്തെക്കുറിച്ചാണ്, സമയത്തിൻ്റെ ദശാംശത്തെക്കുറിച്ച് പറയാറില്ല. സമയത്തിൻ്റെ ദശാംശം നാം ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്നുവെങ്കിൽ അത് നമുക്ക് വളരെ പ്രയോജനം ചെയ്യും. മാത്രമല്ല, നാം അങ്ങനെ ചെയ്യുന്നത് നമുക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമാകും. മുതിർന്നവർ മാത്രമല്ല, കുട്ടികളും ബൈബിൾ ക്രമമായി വായിച്ച് പഠിക്കുവാൻ നാം പ്രോത്സാഹിപ്പിക്കണം. ജോൺ വെസ്ലി എന്ന ഉണർവ് പ്രസംഗകനെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം പുസ്തകത്തിൻ്റെ മനുഷ്യനായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. ഹി വാസ് എ മാൻ ഓഫ് ബുക്സ്. അദ്ദേഹം ഇങ്ങനെ ആയത് എന്നും രാവിലെ 4 മണിക്ക് ഉണർന്ന് 5 ഭാഷയിലുള്ള ബൈബിൾ വായിച്ചിരുന്നതിനാലാണ്. അതുകൊണ്ട് തിരുവചന സത്യങ്ങൾ ഗ്രഹിക്കാനും ദൈവശബ്ദം കേൾക്കാനും നാമും ബൈബിൾ പഠിക്കേണ്ടതാണ്. ബൈബിൾ ക്രമമായി പഠിക്കുന്നതിനുള്ള ലളിത മാർഗങ്ങളിൽ 4മത്തേതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് വചനം ധ്യാനിക്കുക എന്നതാണ്. ധ്യാനിക്കുക, മെഡിറ്റേറ്റ്. ദൈവം തൻ്റെ ജനത്തെ പഠിപ്പിച്ച ഒരു കാര്യമാണ് ഈ ധ്യാനം. നാം ഇന്ന് സാധാരണ കേൾക്കാറുള്ളതും ചില പ്രത്യേക ഗ്രൂപ്പുകൾ നടത്തുന്നതുമായ ധ്യാനമല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ദൈവവചനം ധ്യാനിക്കുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ മോശയിലൂടെ ദൈവം പറയുകയാണ്, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിൻ്റെ കൈമേൽ കെട്ടണം. അവ നിൻ്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. അവയെ നിൻ്റെ വീട്ടിൻ്റെ കട്ടിളകളിന്മേലും പടിവാതിലുകളിന്മേലും എഴുതണം. ഇത് നാം വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. യഹോവയിൽ നിന്നും വന്ന അത്യാശ്ചര്യകരമായ ഒരു പ്രസ്താവനയത്ര ഇത്. ദൈവത്തിൻ്റെ വചനം കട്ടിളകളിന്മേലും പടിവാതിലുകളിലും എഴുതുവാൻ ദൈവം അവരോട് ആജ്ഞാപിച്ചു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, അവർ എങ്ങോട്ട് തിരിഞ്ഞാലും വലിയൊരു പരസ്യ പലകയിൽ കാണുന്നത് പോലെ ദൈവവചനം കാണണമായിരുന്നു. ഇത് വചനത്തെക്കുറിച്ചുള്ള ബോധ്യത്തിലേക്കും ധ്യാനത്തിലേക്കും അവരെ നയിച്ചു. ഇന്ന് നമ്മൾ നമ്മുടെ തെരുവുകളിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ സിനിമകളുടെ, മദ്യത്തിൻ്റെ, ശീതളപാനീയങ്ങളുടെ, ഹോട്ടലുകളുടെ, ജ്വല്ലറികളുടെ, പിന്നെ തുണിക്കടകളുടെ പരസ്യങ്ങൾ കൊണ്ടങ്ങനെ നിറഞ്ഞിരിക്കുകയാണല്ലോ. പിന്നെ ഈ അടുത്ത കാലത്തായി ആശുപത്രികളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പരസ്യങ്ങളും ഒരുപാടുണ്ട്. പണ്ടൊക്കെ അത് സേവനങ്ങളായിരുന്നല്ലോ. എന്നാൽ ഇന്ന് പലരും അത് കച്ചവടമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പരസ്യം. എന്തുകൊണ്ടാണ് ജനങ്ങൾ മദ്യത്തിൻ്റെയും പുകവലിയുടെയും ചലച്ചിത്രങ്ങളുടെയും ഒക്കെ പുറകെ പോകുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ മനസ്സിലായി കാണും. കാരണം അവ അവരുടെ മുൻപിൽ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് മനുഷ്യൻ്റെ സ്വഭാവം അറിയുന്നത് കൊണ്ടാണ് അവർക്കെപ്പോഴും കാണാവുന്നിടത്ത് അവൻ്റെ വചനം എഴുതുവാൻ അവരോട് ആവശ്യപ്പെട്ടത്. ഒരു കാലത്ത് നമ്മുടെ ഭവനങ്ങളിലും ഇതുപോലെ വാക്യങ്ങൾ എഴുതി ഫ്രെയിം ചെയ്ത് വെച്ചിരുന്ന പതിവുണ്ടായിരുന്നു. ഇന്ന് നമുക്കൊക്കെ വലിയ വീടുകളായപ്പോൾ വീടിൻ്റെ ഭംഗി കുറയും എന്നും മറ്റ് പല കാരണങ്ങളുണ്ടാകാം, നാം അത് ചെയ്യാറില്ല. അതുകൊണ്ട് അത് ചെയ്യണം, വീട് വൃത്തിയാക്കണമെന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ തലമുറകൾക്ക് വചനത്തിൻ്റെ കാഴ്ച പരിചയം ഇല്ലാതായിരിക്കുന്നു. ഇന്ന് കുഞ്ഞുങ്ങൾ കാണുന്നത് മറ്റു പലതുമാണ്. പണ്ട് അത് അവരുടെ വീട്ടിൻ്റെ കട്ടിളകളിന്മേലും പടിവാതിലുകളിലും അവർ ധരിച്ച വസ്ത്രത്തിന്മേലുമായിരുന്നു. തങ്ങൾ വഴി നടക്കുമ്പോൾ അവർ അതേക്കുറിച്ച് സംസാരിക്കണമായിരുന്നു. അവർ ഇരിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് സംസാരിക്കണമായിരുന്നു.
ഉറങ്ങുവാൻ കിടക്കുമ്പോൾ ഉറക്കം വരുന്നത് വരെയും ദൈവത്തെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച് സംസാരിക്കണമായിരുന്നു. തൻ്റെ വചനം ധ്യാനിക്കുവാൻ ദൈവം തൻ്റെ ജനത്തോട് ആവശ്യപ്പെട്ടു. എന്നാൽ ദൈവവചനം ധ്യാനിക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഞാനത് പറയാം. 1-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് നമുക്കറിയാമല്ലോ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. 1-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ധ്യാനിക്കുക എന്നതിന് മൂലഭാഷയിൽ അയവിറക്കുക, എബ്രായ ഭാഷയിൽ അയവിറക്കുക എന്നാണ് അർത്ഥം. മനസ്സിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുക. നമുക്ക് സുപരിചിതമായ ഒരു കാര്യമാണത്. പശു അയവിറക്കുന്നത് പോലെ പശു നേരത്തെ കഴിച്ച ഭക്ഷണ സാധനങ്ങൾ വീണ്ടും വായിൽ കൊണ്ടുവന്ന് ചവച്ചരച്ച് കഴിക്കുന്നതിനെയാണ് അയവിറക്കുക എന്ന് പറയുന്നത്. പ്രഭാതത്തിൽ മഞ്ഞുതുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന പുല്ല് പശു തിന്നുന്നു. പിന്നീട് സൂര്യൻ ഉദിച്ച് അന്തരീക്ഷത്തിന് ചൂടുകൂടുമ്പോൾ പശു ഒരു മരച്ചുവട്ടിൽ പോയി കിടക്കുന്നു, അവിടെ നിന്ന് അയവിറക്കുന്നു. പ്രഭാതത്തിൽ തിന്ന പുല്ല് വയറ്റിലെ ഒരറയിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റുകയാണ് പശു ചെയ്യുന്നത്. ആ പ്രക്രിയയിൽ അത് ഭക്ഷണ സാധനം ശരിക്കും ചവച്ചരയ്ക്കുകയാണ്. അതിൻ്റെ പരമാവധി പ്രയോജനം അതെടുക്കുകയാണ്. നാം ദൈവവചനം വായിക്കണം, കാണുവാൻ കഴിയുന്നിടത്ത് അത് എഴുതണം, അതേക്കുറിച്ച് ചിന്തിക്കണം, അത് ധ്യാനിക്കണം. ദൈവവചനം ധ്യാനിക്കുന്നെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അധികം ആത്മീയമായി വളരുവാൻ നമുക്ക് സാധിക്കും. അതുപോലെ നിങ്ങളുടെ ഭവനാംഗങ്ങളുമായും അടുത്ത ഭവനങ്ങളിൽ ഉള്ളവരുമായും പഠിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതും വചനം പഠിക്കുവാനൊരു നല്ല മാർഗമാണ്. സഭയിലുള്ളവരുമായിട്ടാകാം. രാവിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് വായിച്ചത് പകൽ എപ്പോഴെങ്കിലും നാം ധ്യാനിക്കാറുണ്ടോ? പലപ്പോഴും വായിച്ച ഭാഗം പോലും നാം മറക്കും. ഇന്നത്തെ സമൂഹത്തിൽ തിരുവചന ധ്യാനം നഷ്ടപ്പെട്ടിരിക്കും. പല കുടുംബങ്ങളുടെയും ആത്മീയ നിലവാരം തകരുന്നതിൻ്റെയും സഭകൾ നിർജീവമായിരിക്കുന്നതിൻ്റെയും ഒരു കാരണം ദൈവവചനം ധ്യാനിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ യെരുശലേമിൽ ആരാധിക്കുവാൻ വന്നതിന് ശേഷം മടങ്ങിപ്പോകുന്ന എത്യോപ്യക്കാരൻ ഷണ്ണൻ രഥത്തിലിരുന്നു കൊണ്ട് യെശയ്യാ പ്രവചനം വായിക്കുന്നത് നാം കാണുന്നു. എന്നാൽ അവൻ വായിച്ച ഭാഗത്തെ അർത്ഥം അവന് മനസ്സിലായില്ല. അവനെ സഹായിക്കാനായി ദൈവം ഫിലിപ്പോസിനെ അവൻ്റെ അടുക്കൽ അയച്ചു. ദൈവവചനം ഫിലിപ്പോസ് അവന് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഫിലിപ്പോസ് അവന് അർത്ഥം പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു പുതിയ ലോകം മുഴുവൻ അവന് തുറന്നു കിട്ടുകയായിരുന്നു. അവൻ ക്രിസ്തുവിനെ അറിയുവാനും ക്രിസ്തുവിനെ അംഗീകരിക്കുവാനും അതിടയാക്കി. അവൻ സന്തോഷത്തോടെ മടങ്ങിപ്പോയി എന്ന് നാം വായിക്കുന്നു. എന്താണ് അവൻ്റെ സന്തോഷത്തിന് കാരണം? അവൻ ദൈവവചനം ധ്യാനിക്കുകയായിരുന്നു. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അവൻ വീണ്ടും വീണ്ടും വായിച്ചു. ആ ഭാഗത്തിൽ കാണുന്ന കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ നിങ്ങൾ എപ്പോൾ എങ്കിലും ധ്യാനിച്ചിട്ടുണ്ടോ? ആരായിരുന്നു അവൻ? അവൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് ആടുകളെപ്പോലെ തെറ്റി താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്ന നമ്മോട് താതാത്മ്യം പ്രാപിച്ചവൻ ആകുന്നു. നമ്മുടെ എല്ലാവരുടെയും അകൃത്യം യഹോവ അവൻ്റെ മേലിട്ടു. എത്യോപ്യക്കാരൻ ഷണ്ണൻ അത് ധ്യാനിച്ചു. ഫിലിപ്പോസ് അവന് കാര്യങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തതിന് ശേഷം അവൻ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോയി. ഇന്ന് എത്യോപ്യയിൽ കാണുന്ന സഭയ്ക്ക് ആ സംഭവം തുടക്കം കുറിച്ചു എന്നാണ് പാരമ്പര്യം പറയുന്നത്. അത് ശരിയായിരിക്കാം, നമുക്ക് വ്യക്തമല്ല. എന്നാൽ അവൻ ഉല്ലസിച്ചുകൊണ്ട് സ്വദേശത്തേക്ക് പോയി എന്ന് നാം വായിക്കുന്നു. കാരണം ദൈവവചനം ധ്യാനിക്കുകയായിരുന്നു ഷണ്ണൻ. എത്യോപ്യയിലെ ഷണ്ണനെ പോലെ ദൈവവചന ധ്യാനം നമുക്ക് സന്തോഷവും രൂപാന്തരവും നൽകുന്നതാകും. 5-ാമതായി ബൈബിൾ പഠിക്കേണ്ട 5-ാമത്തെ ഒരു മാർഗം, മറ്റുള്ളവർ വചനത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക അല്ലെങ്കിൽ പ്രസംഗങ്ങൾ കേൾക്കുക. എന്നാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇത് ദോഷകരമായേക്കാം എന്നുകൂടി ഞാൻ മുന്നറിയിപ്പ് തരട്ടെ. കാരണം അനേകരും മറ്റുള്ളവർ ബൈബിളിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. മാത്രമല്ല ദൈവവചനത്തെക്കുറിച്ച് തെറ്റായി പഠിപ്പിക്കുന്ന അനേകം പുസ്തകങ്ങൾ ഇന്ന് വിപണിയിൽ സുലഭമാണ്. യൂട്യൂബിലും
സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ഒരുപാട് പ്രസംഗങ്ങൾ ഇതുപോലെ വരുന്നുണ്ട്. അതുകൊണ്ട് എഴുതിയിരിക്കുന്നത് ശരിയായി നാം പരിശോധിക്കണം, കേൾക്കുന്നത് വ്യക്തമായി വിവേചനത്തോടെ നാം മനസ്സിലാക്കണം. ആരെങ്കിലും പറയുന്നത് എന്തും കണ്ണുമടച്ച് അംഗീകരിക്കരുത്, ആരുമായിക്കൊള്ളട്ടെ, അത് നാം പരിശോധിക്കണം. ഞങ്ങളൊക്കെ ബൈബിൾ കോളേജുകളിൽ പഠിക്കുന്ന സമയത്ത് പഠനത്തിന് സഹായകമായ ബൈബിൾ നിഘണ്ടുകളും ബൈബിൾ ഡിക്ഷണറീസും വ്യാഖ്യാന പുസ്തകങ്ങളും കമൻട്രീസും വളരെ വിരളമായി മാത്രമേ വാങ്ങിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ല. മിക്കവാറും എല്ലാ പുസ്തകങ്ങളും, പ്രത്യേകിച്ച് റെഫറൻസ് പുസ്തകങ്ങൾ, ഓൺലൈനിൽ ലഭ്യമാണ്. വായിക്കുവാനും പഠിക്കുവാനും ഏറെ സഹായകമായ വെബ്സൈറ്റുകൾ ധാരാളമുണ്ട്. എന്തു വായിച്ചാലും പഠിച്ചാലും വളരെ വിവേചനത്തോടെ ശരി ഏത് തെറ്റ് ഏത് എന്ന് തിരിച്ചറിയേണ്ട ഉത്തരവാദിത്വം പഠിക്കുന്ന ആളിൻ്റേതാണ്. എന്തായിരുന്നാലും നല്ല വ്യാഖ്യാനങ്ങൾ നാം ശ്രദ്ധിച്ച് പഠിക്കണം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് പല ദൈവമക്കളും അനുഗ്രഹീത പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അവ നാം പരിഗണിക്കേണ്ടതാണ്. ഏത് പുസ്തകം എടുത്താലും ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ അത് പരിശോധിക്കേണ്ടതാണ്. അനേകം ദൈവമക്കളുടെ ജീവിതത്തിൽ നിന്നും പഠനത്തിൽ നിന്നും ശേഖരിച്ചവയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഏത് കാര്യമായാലും അത് ശരിയും സത്യവുമാണെന്ന് ബോധ്യമായതിന് ശേഷമേ പറയാവൂ. ഇനിയും പശു പലരുടെ പാടത്തു നിന്നും പുല്ല് തിന്നു എന്ന കാരണത്താൽ പാല് പശുവിൻ്റെ സ്വന്തമാകാതിരിക്കുമോ? അതുപോലെ മറ്റുള്ളവരുടെ വ്യാഖ്യാനങ്ങളും ചിന്താഗതികളും നാം പരിഗണിക്കേണ്ടതാണ്. എന്നാൽ അതിൽ നിന്നും നമുക്ക് ദൈവവചനാടിസ്ഥാനത്തിൽ ബോധ്യമായ കാര്യങ്ങൾ നമ്മുടേതായി പരിഗണിച്ച് സ്വീകരിക്കേണ്ടതാണ്. ദൈവവചനം പഠിക്കുവാൻ നാം സമയമെടുക്കണം. മറ്റുള്ളവർ എഴുതിയ പുസ്തകങ്ങൾ വായിക്കണം, പ്രസംഗങ്ങൾ കേൾക്കണം. വായിക്കുന്നവയിൽ നിന്നും ശരിയായതും തെറ്റായതുമായവയെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. വചനം പഠിക്കുന്നതിനുള്ള 6ാമത്തെ മാർഗം അത് അനുസരിക്കുക, വചനം അനുസരിക്കുക എന്നുള്ളതാണ്. നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തിരുവചനം പഠിക്കുവാനും മനസ്സിലാക്കുവാനും അനുസരണം അത്യന്താപേക്ഷിതമാണ്. ഇതിന് അബ്രഹാം ഒരു നല്ല ഉദാഹരണമാണ്. കൽദയരുടെ ഊരിലായിരുന്നപ്പോൾ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. വീണ്ടും വാഗ്ദത്ത നാട്ടിൽ കനാനിലായിരുന്നപ്പോൾ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. എന്നാൽ ക്ഷാമമുണ്ടായപ്പോൾ അബ്രഹാം മിസ്രൈമിലേക്ക് ഓടിപ്പോയി. അത് ദൈവഹിതമായിരുന്നില്ല. ആ കാലത്ത് ദൈവം അബ്രഹാമിനോട് സംസാരിച്ചതേ ഇല്ല എന്ന് നാം ബൈബിളിൽ നിന്നും മനസ്സിലാക്കുന്നു. വീണ്ടും വാഗ്ദത്ത നാട്ടിലെത്തുന്നത് വരെ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായില്ല. എന്തുകൊണ്ട്? അനുസരണക്കേടുകൊണ്ട്. ദൈവം വെളിപ്പെടുത്തിയ കാര്യം അബ്രഹാം അനുസരിക്കുന്നത് വരെയും പുതിയതായി എന്തെങ്കിലും സത്യം വെളിപ്പെടുത്തുവാൻ ദൈവം തയ്യാറായില്ല. ഇന്നും ഇതുപോലെ സത്യമാണ്. മനസ്സിലാക്കിയ സത്യങ്ങൾ നാം അനുസരിക്കുമ്പോൾ പുതിയ പുതിയ സത്യങ്ങൾ ദൈവം നമുക്കായി തുറന്നു തരുന്നു. അറിഞ്ഞ സത്യം ഇതുവരെയും അനുസരിച്ചിട്ടില്ല എന്ന കാരണത്താലാണ് അനേകർ ഇന്നും അനുഗ്രഹം പ്രാപിക്കാതിരിക്കുന്നത്. അത് നാം ഓർക്കണം. നമ്മുടെ ആത്മരക്ഷയ്ക്കായി ദൈവം നൽകിയിരിക്കുന്ന സുവിശേഷം പോലും അനുസരണം എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് നൽകിയിരിക്കുന്നത്. വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടത് എന്നത്ര വിശുദ്ധ പൗലോസ് അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആദാമും ഹവ്വായും തെറ്റിയതും ഇവിടെയാണ്. ദൈവത്തിൻ്റെ ശത്രുവായ സാത്താനെ അവൾ ശ്രദ്ധിച്ചു എന്ന് മാത്രമല്ല, അവൾ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു. ദൈവത്തോടുള്ള അനുസരണം വളരെ പ്രധാനപ്പെട്ടതാണ്. വചനം വായിക്കുന്നത് കൊണ്ട് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ നാം വചനം അനുസരിക്കുന്നവരാകണം. അനുസരണം പ്രധാനപ്പെട്ടതായിരിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം നമ്മെ നോക്കി മറ്റുള്ളവർ ക്രിസ്തീയ മാർഗത്തെ അളക്കുന്നു എന്നുള്ളതത്രേ. നമ്മൾ വിശ്വസിക്കുന്നത് ദൈവവചനമാണ് എന്ന് തെളിയിക്കുവാനുള്ള ഏറ്റവും ലളിതമായ മാർഗം നമ്മുടെ വ്യക്തിജീവിതങ്ങളിലെ അനുസരണമാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുമെന്ന് നമ്മുടെ കർത്താവ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:15 പറഞ്ഞിരിക്കുന്നത് നാം ശ്രദ്ധിക്കണം. ഇന്ന് ക്രിസ്തുമാർഗം അവഹേളിക്കപ്പെടുന്നു എങ്കിൽ അതിൻ്റെ ഒരു കാരണം ക്രിസ്ത്യാനി എന്ന് പേരുള്ളവർ തന്നെയാണ്. അറിഞ്ഞ സത്യത്തിനനുസരിച്ചാണോ നാം ജീവിക്കുന്നത്? ദൈവവചനം അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ നമുക്ക് സമർപ്പിക്കാം. ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും മാത്രമല്ല, ഇതേക്കുറിച്ച് മറ്റുള്ളവർ എഴുതിയിരിക്കുന്നത് വായിക്കുകയും മറ്റുള്ളവർക്കത് കൈമാറുകയും ചെയ്യണം. അതാണ് ഏറ്റവും ഒടുവിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്.
മറ്റുള്ളവർക്ക് നാം കൈമാറണം. മറ്റുള്ളവരുമായി ദൈവവചനം പങ്കുവയ്ക്കുക എന്നത് നാം എല്ലാവരും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ചെയ്യാത്ത പക്ഷം നമ്മുടെ ബൈബിൾ പഠനത്തിൽ വളരാൻ സാധിക്കാത്തൊരവസ്ഥ നമുക്കുണ്ടാകും. നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ നാം മറ്റുള്ളവരുമായി പങ്കുവെക്കണം. അതില്ലെങ്കിൽ നാം ആത്മീയമായി വളരുകയില്ല. യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ചിട്ടുള്ള ആത്മരക്ഷയെക്കുറിച്ച് മറ്റുള്ളവരോട് നാം പങ്കിടണം. നമ്മൾ ബൈബിൾ പണ്ഡിതന്മാരായി കഴിയുവാനല്ല ദൈവം നമ്മെ ഈ പദവിയിൽ എത്തിച്ചിരിക്കുന്നത്. അവിടുത്തെ സാക്ഷികളാകുവാനാണ്. അതിനായി നാം സമർപ്പിക്കണം. ദൈവവചനം പഠിക്കുവാനായി നാം സമയം കണ്ടെത്തണം. അത് നമുക്ക് ഏറ്റവും പ്രയോജനം ചെയ്യും. ദൈവവചനം പഠിക്കുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാൾ പ്രത്യേകം ചെയ്യേണ്ട 2 കാര്യങ്ങൾ ഓർക്കുക. പ്രതിദിനം ഒരു ശാന്ത സമയം, ക്വയറ്റ് ടൈം അഥവാ ധ്യാന സമയം ഉണ്ടായിരിക്കണം. കൂടാതെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആഴമായി വചനം പഠിക്കുവാൻ സമയം വേർതിരിക്കണം. സ്വയമായി പഠിക്കുവാൻ സമയം വേർതിരിക്കുന്നത് പോലെ തന്നെ നാം പഠിച്ച ഭാഗങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും അവർ പഠിച്ച ഭാഗങ്ങൾ നമ്മോട് പങ്കുവെക്കുവാനും അവസരങ്ങൾ ഉണ്ടാക്കണം. ഈ വലിയ ഉദ്ദേശത്തോടെയാണ് റേഡിയോ ഹോം എന്ന പദ്ധതി ഞങ്ങൾ ആരംഭിച്ചത്. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ല എങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. തീർച്ചയായും ആ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ദൈവവചനം മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ നമ്മെക്കൊണ്ട് സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നാം തയ്യാറായിരിക്കണം. നാം ഇതുവരെ പഠിച്ച 7 കാര്യങ്ങൾ പ്രായോഗികമാക്കുവാൻ ഈ 2 സന്ദർഭങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. ഓരോ ദിവസവും ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുവാൻ എടുക്കുന്ന തീരുമാനവും ദൈവവചനം സ്വയം പഠിക്കുവാനും മറ്റുള്ളവരുമായി ചേർന്ന് പഠിക്കുവാനും നാം എടുക്കുന്ന തീരുമാനവും. ഒരിക്കൽ കൂടി പറയട്ടെ, ആഴത്തിൽ ദൈവവചനം പഠിക്കുവാനായി നാം ചെയ്യേണ്ട 7 കാര്യങ്ങൾ ഇവയാണ്. പ്രാർത്ഥനയോടെ ആരംഭിക്കുക, ബൈബിൾ വായിക്കുക, ബൈബിൾ പഠിക്കുക, ബൈബിൾ ധ്യാനിക്കുക, മറ്റുള്ളവർ ബൈബിളിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതും പ്രസംഗിച്ചിരിക്കുന്നതും വായിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക, വചനം അനുസരിക്കുക, നമുക്ക് ലഭിച്ച അറിവ് മറ്റുള്ളവരുമായി പങ്കുവെക്കുക. നിങ്ങളത് പ്രയോജനപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ക്രമീകൃതമായ രീതിയിലുള്ള ബൈബിൾ വായനയ്ക്കൊപ്പം തന്നെ ബൈബിൾ പഠനവും ഒഴിച്ചുകൂടാനാവാത്ത സംഗതിയാകുന്നു. അപ്പോൾ തന്നെ വളരെയധികം പ്രാർത്ഥനയോടുകൂടെ വേണം പഠന സഹായികൾ തിരഞ്ഞെടുക്കുവാൻ. അവ തിരുവചനവുമായി ചേർന്നു പോകുന്നുണ്ടോ എന്ന് പരിശോധിച്ച് മാത്രമേ സ്വീകരിക്കാവൂ. ദൈവവചന പഠനവും പാരായണവും ഗൗരവമായി കാണുന്നവർ അതിനുവേണ്ടി ഒരു പ്രത്യേക സമയം തിരഞ്ഞെടുക്കുന്നത് വളരെ ഉചിതമായി.